ഇതൊക്കെ ബോക്സ് പീസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ ബോക്സ് പീസ്. വാച്ചൊക്കെ നമ്മുടെ വീട്ടിൽ ചിലർ ചോദിക്കാറുണ്ട്, വാച്ച് ഉണ്ടോണ്ട്. അഥവാ ഇതിന് വാറണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ 3 month വാറണ്ടി ഉണ്ട്, നമ്മൾ കൊടുക്കും ചെക്കിംഗ് വാറണ്ടി, ധൈര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് പറയുമ്പോൾ ഗ്ലാസ് പൊട്ടിട്ട് കവറ് കേബിൾ ഇൻക്ലൂഡിംഗ് ഉണ്ടാവും. ഓക്കെ. ഡെലിവറി യുഎയിൽ ഫുൾ നമുക്ക് ഡെലിവറി ഉണ്ട്. യെല്ലോ കളർ, റെഡ് കളർ, എല്ലാ കളർ അവൈലബിൾ ആണ്. ഇത് സംഭവം. ഇതില് ബോക്സ് പീസ് കൊടുക്കുമ്പോൾ നമുക്കൊരു 100 grams 150 grams എക്സ്ട്രാ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഫോൺ മാത്രമായിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിൽ അതിനനുസരിച്ച് കുറവും വരും. പിക്സൽ വേണ്ടവർ നോക്കിക്കൂടി. 7 Pro നല്ല കിഡിലും ഫോണാണ്. വാറന്റിന് ഞാൻ ഇനിയിപ്പോൾ കണ്ടില്ല. വാറന്റി കണ്ടാത്ര പറയൂലെങ്കിലും 2400 വില ഉണ്ട്. ഓൺലൈനിൽ ചെക്ക് ചെയ്തെങ്കിൽ മനസ്സിലായി മോഡല്. 2599 dirhamsന്റെ വാച്ചാണ്. അതാണ് പറഞ്ഞത്. 256 ഫസ്റ്റ് പറഞ്ഞോ. 40 Pro Max 250. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 90-95 ആക്കാൻ പറ്റും. 2-10 മിനിറ്റ് കൊണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാൻ ഹോർലിക്സ് കളിക്കിട്ടെല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കാരണം ഇത് മൈനായിട്ടുള്ള കാരണം ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. 30 Pro Max മക്കളെ ചാകര കണ്ടില്ലേ, ഇനിയുണ്ട് കിഡിലും പ്രൈസിന്. മുത്തുവിനെ കാണിച്ചു കൊടുക്കുക ചെയ്യും. iPhone 7 നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കണ്ടില്ലേ. ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂസർ ഐഫോണും അതുപോലെ തന്നെ യൂസർ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസിന് പ്രൈസാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടൊരു സംഭവമുണ്ട്, ഞാൻ ജസ്റ്റ് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു മോഡൽസിന്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ ഞാൻ അതിൽ നിന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ബർദുബായ് അൽഫാദി സ്ട്രീറ്റിൽ നമ്മുടെ ആസ്റ്റർ ഹോട്ടലിന്റെ തൊട്ട് ബാക്ക് സൈഡിലാണ് ഫോക്കസ് കോർണർ വരുന്നത്. നമ്മുടെ ഷെപ്പി വിടുന്നത്. ഷെപ്പി ഇതൊക്കെ ശേഷം ഓക്കെ. അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ബ്രോ നമുക്ക് കമന്റ് ഇട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജസ്റ്റ് അത് നോക്കട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് S23 അതുപോലെ തന്നെ S24, S21, S22 അവൈലബിൾ ആണോ, അതായത് പ്രൈസ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അൾട്രാ സീരീസ് അല്ല, അതിന്റെ വേറെ മോഡൽ. അപ്പൊ ജസ്റ്റ് നമുക്ക് S23, S24, S21, S22 ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫസ്റ്റ് പ്രൈസ് പറഞ്ഞു തുടങ്ങാം. അതേപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഫസ്റ്റ് നമുക്ക് വാറന്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. നമുക്ക് വാറന്റി എത്ര കൊടുക്കും? നമ്മള് വാറന്റി എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ പറയുന്ന പോലെ തന്നെ ഇതിനിപ്പോ ഓൾറെഡി ജസ്റ്റ് ഇങ്ങനെ തന്നെ പറയാല്ലേ. നമ്മളിപ്പോ ഒരു സാധാരണ സാംസങ്ങിന്റെ ആണെങ്കിൽ സാംസങ്ങിന്റെ വാറന്റി ഉള്ള പീസ് ആണെങ്കിൽ ആ കമ്പനി തന്നെ വാറന്റി കിട്ടും. അഥവാ ഇതിന് വാറന്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ 3 month വാറന്റി ഉണ്ട്, നമ്മൾ കൊടുക്കും ചെക്കിംഗ് വാറന്റി, ധൈര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് പറയുമ്പോൾ ഗ്ലാസ് പൊട്ടിട്ട് കവറ് കേബിൾ ഇൻക്ലൂഡിംഗ് ഉണ്ടാവും. അഡാപ്റ്ററിന് നമ്മൾ ചെറിയ പൈസ ഇടാം. പിന്നെ നമുക്ക് ഡെലിവറി ഒക്കെ എങ്ങനെയായിരുന്നു? ഡെലിവറി യുഎയിൽ ഫുൾ നമുക്ക് ഡെലിവറി ഉണ്ട്. പ്രത്യേകിച്ച് പറയാൻ നാട്ടിലേക്ക് ഡെലിവറി ഇല്ല. ദയവ് ചെയ്തിട്ട് എല്ലാം തന്നെ ലേറ്റ് ആയിട്ട് പ്രൈസ് കൊടുക്കാൻ ലേറ്റ് ആകുന്നുണ്ട്. നാട്ടിലേക്ക് ഡെലിവറി ഇല്ല. നമ്മൾ വേറെ പുറത്ത് എവിടെ ഇല്ല, യുഎയിൽ മാത്രം ഡെലിവറി ഉള്ളൂ. അതുമാത്രമല്ല നിങ്ങളെ റിലേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സെറ്റ് ആക്കിക്കോ, നമ്മളിവിടെ സാധനം കൊടുത്തേക്കാം. അപ്പൊ അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത്. ഇത് S23. ഓക്കെ. S23 നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്? അതെങ്ങനെ ഉണ്ടായാലും കുറവാ. S20 ജസ്റ്റ് അതൊന്ന് അടുത്ത് വന്ന് കാണിച്ചു കൊടുത്താൽ. ഫോണൊക്കെ നല്ല കണ്ടീഷൻ ഫോണുകളാണ്, നിങ്ങൾ നോക്കിക്കോട്ടെ. S23 FE ഫാൻ എഡിഷന്, അതേപോലെ തന്നെ S23. ഓക്കെ. അതേപോലെ S21 കണ്ട, S21 FE ഉണ്ട്. 24, S22 ഇല്ല. പക്ഷെ അതിന്റെ പ്രൈസ് കൊടുക്കുക ഉണ്ടാകുന്നേ. ഓക്കെ, അതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് അതിന്റെ പ്രൈസ് പറഞ്ഞു. S24 പ്രൈസ് ആണെങ്കിൽ നമ്മൾ 1000 dirhamsനാണ് കൊടുക്കുക. S22 1950 റേഞ്ചാണ് കൊടുക്കുക. S24 ആണെങ്കിൽ 1450, 1500. S24 പ്രൈസ് ആണ് പറഞ്ഞത്. 2 256 GB ആണ്, 128 അല്ല. ഓക്കെ. പിന്നെ നമുക്ക് സാംസങ്ങിന്റെ സീരീസിന്റെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വ്യത്യാസം അനുഭവപ്പെടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്. പക്ഷെ നമ്മൾ ഐഫോണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നിങ്ങൾക്ക്. സാംസങ്ങിന് അങ്ങനെ സ്റ്റോക്ക് കുറവായിരിക്കും, ഓരോ പീസ് അങ്ങനെ ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും ഐഫോൺ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് സംഭവമൊന്നുമില്ല. എല്ലാവർക്കും സാംസങ് എടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമുക്ക് അതേപോലെ തന്നെ S21 FE പ്രൈസ് ആണ് വരുന്നത്. S21 FE നമുക്ക് നല്ല അടിപൊളി വില കൊടുക്കാം. അടിപൊളി കളറാണ് ഇത്. ഇത് നമുക്ക് ഒരു 650 680 കൊടുക്കാം. 650 128 GB ആണ്. അതേപോലെ തന്നെ നമുക്ക് S21 5G ആണെന്നുണ്ടെങ്കിൽ ഇത് അതെല്ലാം നമുക്ക് നല്ലൊരു അടിപൊളി വിലയ്ക്ക് ഞാൻ കൊടുത്തിട്ടെ. അതിന് നമുക്ക് 650 660 കൊടുക്കാം. ഓക്കെ, ആ റേറ്റ്. അതേപോലെ തന്നെ ഇത് ജസ്റ്റ് കണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് അത് നമ്മൾ പ്രത്യേകം പറയും ഓപ്പൺ ആയിട്ടുള്ള പീസാണ്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ സ്ക്രാച്ചും ചെറുതായിട്ടുണ്ട്. സ്ക്രാച്ചല്ല, ഇത് ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഓപ്പൺ ആയിട്ട് കാരണം ഇതിനെല്ലാം നമ്മൾ 680 പറഞ്ഞു. അതിന്റെ മോഡലിനാണ് വില പറഞ്ഞത്. ഇങ്ങനത്തെ പീസിന് നമ്മൾ വില വീണ്ടും കുറക്കും. ഓക്കെ. ഇത് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ 350 dirhamsന് കൊടുക്കുന്നത്. ഇത് 350. അതിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഡിസ്പ്ലേ മാറ്റി കംപ്ലൈന്റ് അല്ല, ഡിസ്പ്ലേ ഒറിജിനൽ ഇട്ട് ഇതൊന്നുമില്ല. ഇത് ജസ്റ്റ് ഗമ്മിട്ട് ഒട്ടിക്കാന്നുള്ളൂ. പക്ഷെ ഇത് ഓപ്പൺ ചെയ്ത് പറയും. കാരണം വെച്ചാൽ നാളെ നമ്മള് എക്സാമ്പിൾ നമ്മൾ 3 മാസം വേണ്ടി നോട്ട് പോയിട്ട് നിങ്ങൾ നാളെ വെള്ളത്തിലിട്ട് കൊണ്ടുവന്ന് നമ്മൾ വില നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ അതാണ് ഇതിന്റെ പ്രൈസ് പറഞ്ഞത്.
ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള അതായത് നല്ല കണ്ടീഷൻ ഫോണുകളുടെ റേഞ്ചിൽ വരുന്നത്. ഓക്കെ, ആ റേഞ്ച് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രൈസ്. ഓക്കെ, കണ്ടില്ലേ, ഇത് യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം കാലിപ്പെട്ടതാണ്. പിന്നെ യൂസിന്റെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അന്ന് അയച്ചിട്ട് പറയാം. ഓപ്പണേറ്റ് കാര്യം പറയും. അടുത്ത നമുക്ക് ഇത് S21 സെയിം പ്രൈസ് ആണ്. സെയിം പ്രൈസ് ഉണ്ട്. പുതിയ ഇപ്പൊ ഓപ്പണേറ്റ് കാര്യം കൂടി പറയാം. S21 എന്ന് വെച്ചാൽ നമ്മളിപ്പോ നോർമൽ പറയുന്ന വില എന്ന് പറയുന്നത് നല്ലത് അയക്കാത്ത അടിപൊളി പീസിന് മാത്രം 3 month വാറന്റി ഉള്ളതിനാണ് പറയുന്നത്. പക്ഷെ അല്ലാത്ത അയച്ച പീസിന്റെ വില വ്യത്യാസമുണ്ട്. കാര്യങ്ങളോ അത് വേണ്ടാളെ പ്രത്യേകം ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വില പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ S23 ആണെന്നുണ്ടെങ്കിൽ FE ഫാൻ എഡിഷൻ. S23 FE അല്ലേ ഇത്? വാറന്റിയും വരുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ 7 month വാറന്റി ഈ സാധനത്തിനുണ്ട്. 7 month വാറന്റി. ഇത് നമുക്ക് കൊടുക്കാം, ഒരു 900 കൊടുക്കാൻ പറ്റും. 900 dirhams. ഓക്കെ, ഫാൻ എഡിഷന്റെ പ്രൈസ് ആണോ പറഞ്ഞത്? ഓക്കെ, ഇത് നല്ല പർപ്പിൾ ലേഡീസിനൊക്കെ പറ്റിയ കളറാണ്. കാണാൻ ലുക്ക് അത്. പിന്നെ S23. ഓക്കെ, S23 ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിന് 1200 അടിപൊളി പ്രൈസ് ആണ്. നല്ല സാധനം, നല്ല കളറും ഉണ്ടോ? ഓക്കെ, S23 286. ഇനി അടുത്ത് നമുക്ക് ഇതിലോട്ട് വരുന്ന മുന്നായിട്ട് സാംസങ് അല്ല ഐഫോണിന്റെ നമുക്ക് അതിന് മുന്നേ ഷിപ്പ് നമ്മളെ ബോക്സ് പീസ് മൊത്തം ബോക്സ് പീസ് എടുത്തോ. എപ്പോഴുള്ള മെയിൻ പരിപാടി ബോക്സ് പീസ്. കാരണം ഐഫോൺ വാങ്ങുമ്പോൾ ബോക്സ് പീസ് കണ്ടില്ലേ, ബോക്സ് പീസ് കണ്ട ബോക്സ് പീസ്. ഇതൊക്കെ ബോക്സ് പീസ് ഒക്കെ കാണിച്ചു കൊടുത്തോ. കണ്ട, ഇതൊക്കെ ബോക്സ് പീസ്. വാച്ചൊക്കെ നമ്മുടെ വീട്ടിൽ ചിലർ ചോദിക്കാറുണ്ട്, വാച്ച് ഉണ്ടോ ബോക്സ് പീസ്. ഇത് നമ്മൾ കഴിഞ്ഞ കാണിച്ചത് സാധനം തന്നെ. ഓക്കെ, ബോക്സ് പീസ് ഇതൊക്കെ എയർപോർട്ട്. ഈ സാധനത്തിന് 2-3 കസ്റ്റമർ ചോദിച്ചിട്ട് എന്ത് സാധനം ഇത്? സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് വെച്ചാൽ എന്താ സംഭവം? കളറിൽ വരുന്നതാണ് ഈ സംഭവം. ഈ നീല കളർ, ബ്ലൂ കളർ, യെല്ലോ കളർ, റെഡ് കളർ, എല്ലാ കളർ അവൈലബിൾ ആണ്. ഇത് സംഭവം. ഇതില് പ്രത്യേകം ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. എയർപോർട്ട് പ്രോ ഇങ്ങനെയാണ് പാക്ക് വരാൻ. എയർപോർട്ട് പ്രോ 2 ഈ സ്വിച്ച് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു പാക്കും കൂടി ഇതിൽ വരും. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, കളർ വരുന്നത്. ഇത് സംഭവം കൊള്ളട്ടാ. ഈ കളറൊക്കെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, എല്ലാ കളറും ഉണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് അറിയില്ലല്ലേ. വൈറ്റിന്റെ സ്റ്റാൻഡേർഡ് ഒരിക്കലും കിട്ടില്ല. അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കാര്യം പറയും. പറ്റിയ സാധനം. ഇതിന്റെ പുതിയ ഏകദേശം ഒരു 200 grams കൂടുതലായി കളറിന്. കാരണം നമ്മളെ വൈറ്റിനെക്കാട്ട് വില കൂടുതലാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നതാണ്, കളർ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ പ്രൈസ് വരുന്ന എയർപോർട്ട്? ഇതിന് ഏകദേശം 10 മാസത്തിന്റെ വാറന്റി ഉള്ളതാണ്. ചെക്ക് ചെയ്തെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഐമിൻ നമ്പറും കാര്യങ്ങളും. എയർപോർട്ട് പ്രോ ആണ്. ഇത് നമുക്കൊരു 400 grams കൊടുക്കാൻ പറ്റും. 400 grams 10 month വാറന്റി, സ്റ്റിൽ ആപ്പിൾ വാറന്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അത് 2-3 ആൾക്കാർ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് എന്തെങ്കിലും അത് കാണിക്കാത്ത സ്വിച്ച് എന്താ സംഭവം. അതാണ് ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഓപ്പോന്റെ ഇതിൽ തുടങ്ങിയാലോ? ഓപ്പോന്റെ F12 ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞേ സംഭവം. ഇത് അത്രേ യൂസ് ഉള്ളൂ. അതുകൊണ്ട് ഒരു 580 കൊടുക്കാൻ പറഞ്ഞ സാധനം. 580. ഓക്കെ, ഇത് കാലി ബോക്സ് ആണല്ലേ? ഇല്ലല്ല, കാലി ബോക്സ് ഒന്നുമല്ല. സാധനം അവിടെ വെച്ചിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. സാധനം റാക്കി കയറ്റിയതാണ്. കണ്ടില്ലേ, പോക്കോന്റെ F12 5G. അതായത് ഇതിന്റെ ബോക്സ് ഇവിടെ ഉള്ള ചിലതൊക്കെ, അതായത് സാധനം ഇവിടെ റാക്കി കയറ്റിട്ടുണ്ടെന്നുള്ളൂ. ബോക്സ് പീസ് ആണ്. ബോക്സ് പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം. പിന്നെ ബോക്സ് പീസിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം കേട്ടോ, നിങ്ങളുടെ അടുത്തൊരു ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോക്സ് പീസ് കൊടുക്കുമ്പോൾ ഇല്ല സത്യ ബോക്സ് പീസ് കൊടുക്കുമ്പോൾ നമുക്കൊരു 100 grams 150 grams എക്സ്ട്രാ കിട്ടും. നേരെ മറിച്ച് നിങ്ങൾ ഫോൺ മാത്രമായിട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് എക്സ്ചേഞ്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിൽ അതിനനുസരിച്ച് കുറവും വരും. അപ്പൊ നിങ്ങൾ മാക്സിമം ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബോക്സ് അടക്കം കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷെ സെയിൽ ചെയ്യുമ്പോൾ ഒക്കെ സെയിം പ്രൈസ് ആണല്ലേ? സെയിൽ ചെയ്യുമ്പോൾ അല്ലല്ല, ബോക്സിന്റെ പ്രൈസും സ്ക്രാച്ച് കാര്യം വാറന്റിക്കനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ചെറിയ വ്യത്യാസം പ്രൈസിനുണ്ടാവും. അല്ല, അയക്കാത്ത പീസ് ഓൾമോസ്റ്റ് എല്ലാ സെയിം പ്രൈസ് തന്നെയാണ്. പക്ഷേ ബോക്സ് വാറന്റി നീറ്റ് അതിനനുസരിച്ച് വില വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ പ്രൈസ് അപ്പൊ എത്ര വരുന്നത്? അത് ഞാൻ പറഞ്ഞ 580 അങ്ങനെ കൊടുക്കാം. 580 കണ്ടില്ലേ, 580 ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അത് 12 GB റാം 256 സ്റ്റോറേജ് കിട്ടാം. ഒരു കൊല്ലം വാറന്റി ഉണ്ട്. പക്ഷെ 15 20 ഒരു മാസത്തെ ആയിട്ടുള്ളൂ. അടുത്ത നമുക്ക് 40+ 256 GB 92% ബാറ്ററി എടുത്തുള്ളത്. ഇത് എങ്ങനെ പ്രൈസ് വരുന്നത്? അത് 4 മാസം വാറന്റി ഉണ്ട്. അതിനുശേഷം ഒരു 1880 കൊടുക്കാം. 1850 റംസിനാണ് ഇത് കൊടുക്കുന്നത്. 8.0 ഇതൊക്കെ നല്ല നീറ്റ് കണ്ടീഷൻ. ഇതിന്റെ കൂടെ നമുക്ക് കേബിൾ സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. നമ്മുടെ ആപ്പിളിന് വാറന്റി മറ്റേ ഒറിജിനൽ തന്നെ കേബിളും കൊടുക്കും, അതിന്റെ കവറും ഗ്ലാസും കൊടുക്കും. ഓക്കെ, അഡാപ്റ്ററിന് ചെറിയ പൈസ നമ്മളുമായി. ഓക്കെ, അടുത്ത നമുക്ക് Pixel 7 Pro. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഇത് തുറന്ന കിട്ടാത്ത ഇത് ഇങ്ങോട്ടല്ല, ഇട്ടത് തെറ്റിപ്പോയി, സോറി. ഓക്കെ,
അത് പൗച്ചിലിട്ട് കയറ്റിയിട്ടാണ്, അതാണ് സംഭവം. ഇത് 256 12 GB റാം വരുന്നത് കേട്ടോ. ഓക്കെ. ഗൂഗിൾ പിക്സലിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതേപോലെ ചോദിച്ചിരുന്നു ഗൂഗിൾ പിക്സൽ ഉണ്ടോ, ഗൂഗിൾ സെക്കൻഡ് ഹാൻഡിനും വാറണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പുതിയനും വാറണ്ടി, രണ്ടിനും വാറണ്ടി ഇല്ല ആദ്യം പറഞ്ഞാൽ. പക്ഷെ നമ്മളെ ഈ ഷോപ്പിന്റെ വാറണ്ടി നമ്മൾ കൊടുക്കും, ചെക്കിംഗ് വാറണ്ടി മാത്രം. പിക്സൽ വേണ്ടവർ നോക്കിക്കൂടി. 7 Pro നല്ല കിഡിലും ഫോണാണ്. അതിന്റെ വാറന്റിന് ഞാൻ ഇനി ഇപ്പോൾ കണ്ടില്ല. വാറണ്ടി എന്ന് വെച്ചാൽ ഓൾറെഡി ഇല്ല. പക്ഷെ നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡിന് നമ്മൾ ചെക്കിംഗ് വാറണ്ടി എന്തായാലും കൊടുക്കും. ഓക്കെ. 3 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനെ പ്രത്യേകിച്ച് വരാൻ ഡിസ്പ്ലേ പൊട്ടാലാണ്ട് വേറെ ഒന്നും പ്രശ്നം വരില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞു. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 11 ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. വാറണ്ടി ഇല്ലെങ്കിലും സാധനം കുറെ ഉപയോഗിച്ചില്ല, ഒരു വർഷമായിട്ടില്ല. ഓക്കെ. ഇത് മറ്റേ എയർപോർട്ടിന്റെ കേട്ടോ. ഓക്കെ. അടുത്ത നമുക്ക് ഈ ഒരു ഐറ്റം, ഇതൊരു വാച്ചാണ്. അതുപോലെ ഇതിന്റെ പ്രൈസ് എന്നായിരുന്നു ഷെഫി ബ്രോ? ഇതിന് ശരിക്കും ഇതിനെപ്പറ്റി അറിയുന്നവനിക്ക് ഇതിന്റെ വില കറക്റ്റ് അറിയാം. 2400 ദിർഹംസിന്റെ പുതിയ വില ഉണ്ട് ഇതിന്റെ. ഇതത്ര യൂസ് ഒന്നുമില്ല, കണ്ടാത്ര അറിയില്ലെങ്കിൽ 2400 വില ഉണ്ട്. ഓൺലൈനിൽ ചെക്ക് ചെയ്തെങ്കിൽ മനസ്സിലായി മോഡല്. ജസ്റ്റ് നോക്കിക്കോ, ഈ മോഡൽ ചെക്ക് ചെയ്താൽ മനസ്സിലായി. ഇതിന് നമ്മൾ 1200 കൊടുക്കാം. ഇങ്ങനത്തെ ഒരുപാട് സാധനം നമ്മുടെ അടുത്ത് വരുകയും പോയാലും ചെയ്യാം. നമ്മൾ എപ്പം പറയുന്ന ഒരു കാര്യമുള്ളൂ, നമ്മളെ വാട്സപ്പ് വഴി സ്റ്റാറ്റസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് നിർബന്ധമുള്ള ആൾ കസ്റ്റമർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു വാട്സപ്പിൽ നിങ്ങളെ പേരങ്ങ് അയക്കാൻ ഞാൻ സേവ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെയിലി സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഈ സാധനം കേട്ടോ, കണ്ടില്ലേ? 2599 ദിർഹംസിന് വാച്ചാ. അതാണ് പറഞ്ഞത്. ഓക്കെ. നമ്മളിതിലില്ല, കണ്ടാ മതി എന്ന് പറഞ്ഞ മാതിരി അല്ലേ? ഓക്കെ. ഓക്കെ. അടുത്തത് നമുക്ക് ഇത് നമുക്ക് പ്രൈസ് ഉണ്ടായിരുന്നു 15 Pro Max നാച്ചുറൽ ടച്ച്. ഇത് ബ്ലാക്ക് ബോക്സിന്റെ ആണ്, പക്ഷേ നാച്ചുറൽ ടച്ച്. ഞാൻ ബ്ലാക്ക് ഉണ്ട് ഇവിടെ സാധനം ജസ്റ്റ് ഇതാക്കുന്നുള്ളൂ, ടാറ്റ ആൻസറിംഗ് അല്ല. ഓക്കെ. ഇതിന്റെ പ്രൈസ് എന്നായിരുന്നു? ഇത് നമുക്ക് 2850. ഇത് 2800 അല്ല, 2000. ഇതിന്റെ പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെപ്പം പറയുന്നത് ഇതിന്റെ ബാക്ക് ബോഡി നമ്മൾ ചേഞ്ച് ആക്കിയതാ. സോറി, നമ്മൾ കാര്യം ഓപ്പൺ ആയിട്ട് തന്നെ ഈ ബോക്സ് പീസിന്റെ പ്രൈസ് അല്ല കേട്ടോ പറയുന്നത്. ഇതിന്റെ ബാക്ക് ബോഡി നമ്മൾ തന്നെ ചേഞ്ച് ആക്കിയത്. നമ്മൾ 2750 നമ്മളിത് കൊടുക്കുന്നത്. 97% ബാറ്ററി ഹെൽത്തിന്റെ ആപ്പിൾ വാറണ്ടിയും ബാക്കിയുണ്ട്. പക്ഷെ ആപ്പിൾ വാറണ്ടി എനിക്ക് കിട്ടൂല, കാരണം നമ്മൾ ഇത് ഓൾറെഡി അയച്ചിന്. പക്ഷെ നമ്മളെ ഫോക്കസിന്റെ വാറണ്ടി 3 month നമ്മൾ ചെക്കിംഗ് ചെയ്യാൻ തരും. കാരണം വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മാത്രം റെഡിയാക്കി 2750 നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ആപ്പിൾ വാറണ്ടി സ്റ്റിൽ അവൈലബിൾ ആണ്, ബട്ട് നോട്ട് ഗെറ്റിംഗ് കിട്ടൂല. 15+ നമുക്ക് 128 GB, 92% ബാറ്ററി ഹെൽത്ത് അല്ല. ഇത് ഒറ്റ നല്ല വേറെ ഒന്നും. ഓക്കെ. ഇത് രണ്ടും നല്ല നൈസ് കളറാണ്. ലേഡീസിന് ഉപയോഗിക്കാം, ഇത് ജെൻസിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂണിസെക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു കളറാണ്. കണ്ടില്ലേ? ഓക്കെ. പക്ഷെ ഇതൊരു ലേഡീസ് ടച്ച് ഉണ്ട് കേട്ടോ ഈ പച്ചി. ഓക്കെ. നമുക്ക് ഇതിന്റെ രണ്ടിന്റെ പ്രൈസ് പറഞ്ഞു. അതിന് നമുക്ക് 18,100 കൊടുക്കാം. 1800. പിന്നെ പൗച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ സെയിം പോലെ തന്നെ തോന്നും. ഇവിടെ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞു. ഇതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എത്ര ബാറ്ററി ഷിപ്പ് ഏകദേശം? അതിന് 92 ഉണ്ടാവും. അല്ല, ഇതിന് എത്ര അറിയില്ല, മറ്റേ 92. അപ്പൊ ആ ഒരു ലെവലിനാവും ബാറ്ററി. 90 മേലെ ഉണ്ടെന്നാലും ചിലപ്പോൾ 94 ആയിരിക്കും. അടുത്ത നമുക്ക് 40 Pro Max 40 Pro Max ഉണ്ടല്ലോ. ഇതാ 512, 282, 40 Pro Max നമ്മളെ കാണിച്ചാ അതിനില്ലേലും കേട്ടതാണ്. 40 Pro Max 256, 128 GB, 512 HK വരുന്നുണ്ട്, ഡബിൾ സിം വരുന്നുണ്ട്, HK വരുന്നുണ്ട്. ഓക്കെ. പിന്നെ കയ്യിൽ ഒതുങ്ങുന്ന ഇത്രയും മോഡൽ, അപ്പൊ അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. കണ്ട കിഡിലും കിടുക്കാച്ച സാധനം. പറഞ്ഞോ പ്രൈസ് പറഞ്ഞോ? പോരട്ടെ. ഏതെല്ലാം നമ്മൾ പറയണ്ട? ഇപ്പോൾ 256 ഫസ്റ്റ് പറഞ്ഞോ. 40 Pro Max 250, 2400, 2450 റേഞ്ചാണ് വരുന്നത്. ആ റേഞ്ചിൽ. ഓക്കെ. 512 ആണെങ്കിൽ 225, 2550, 2500, 2950. ഓക്കെ. അടുത്ത് 256 പറഞ്ഞു. 128 നമുക്ക് 2200, 2150 റേഞ്ച് വരും. ഓക്കെ. ബാറ്ററി ഹെൽത്ത് ഏകദേശം 85, 86, 87, 88 ആ ലെവലിലാണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 90, 95 ആക്കാൻ പറ്റും. 2-10 മിനിറ്റ് കൊണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുക, ലോർലിക്സ് കളിക്കിട്ടെല്ലാം ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കാരണം ഇത് മൈനറുള്ള കാരണം ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോ. ഇത് നമ്മൾ 3 month ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്ന ഒരു ഷോപ്പുകാർക്കും ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുക, ഇപ്പൊ എനിക്ക് 92, 95 ആയി കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് 1 മാസം 2 മാസത്തിനുള്ളിൽ എത്രയെല്ലാം ഉണ്ട് അത്രത്തിൽ തന്നെ ആയിട്ട് വരും. അത് മാത്രമല്ല, നമ്മൾ ഒറിജിനൽ ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞാൽ ചാർജർ കൊടുക്കുന്ന കേബിൾ കൊടുക്കുന്നതും എന്തുകൊണ്ടാണ് ഇനി ബാറ്ററി കംപ്ലൈന്റ് വരാണ്ട് കണ്ടിട്ടാ. ബാറ്ററി കംപ്ലൈന്റ് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തിൽ പറയുന്നത്. അടുത്തത് നമുക്ക് 40 Pro Max നമ്മൾ പറഞ്ഞു. 40 Pro നമുക്ക് 256 ഉണ്ട്, 512 ഉണ്ട്, 128 ഉണ്ടോ? 120 വില കൊടുക്കും, നമുക്ക് സാധനം വരും അല്ലേ? 120 പ്രൈസ് പറഞ്ഞു ഫസ്റ്റ്. 120 നമുക്ക് 1800 കൊടുക്കാൻ പറ്റും. 1800. അതുപോലെ നമുക്ക് 512, 286, 2000, 2050. ആ 512 ജസ്റ്റ് ഇത് 2250. 2250. ഓക്കെ. കണ്ടില്ലേ? 40 Pro നൈസ് ഫോണാണ്. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് ടാബ് ഉണ്ടോ. നമ്മളെന്താ ടാബ് ചെയ്യാത്ത? ടാബ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം തൽക്കാലം നിർത്തിയില്ല. ഇനി വരും, ഭാവിയിലുണ്ടാവും.
ഓക്കെ. അപ്പോൾ ടാബി അതിന്റെ പ്രോസസ്സിംഗിലാണ് ഉള്ളതെല്ലാം. ഓക്കെ. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇങ്ങനെ യൂസ് ചെയ്യാം, സാധാരണ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ 40+ ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കാം നമുക്കൊരു കാര്യം. പെട്ടെന്ന് നമുക്ക് എല്ലാം ഒരേപോലെ പോയിട്ട് അല്ലേ 30 കോടി എനിക്ക് ഒരു മുന്നും വല്ലാത്തൊരു വില കൊടുക്കാല്ലേ കസ്റ്റമർ കിട്ടിപ്പോട്ടെ. 30 Pro Max അല്ലേ? ഓക്കെ. ലൈക്കാതെ എടുത്ത് കൊടുക്കും പച്ചക്കളർ വരും. 40 Pro Max മക്കളെ 30 Pro Max മക്കളെ ചാകര കണ്ടില്ലേ? ഇനിയുണ്ട് കിഡിലും പ്രൈസിന്. മുത്തുവിനെ കാണിച്ചു കൊടുക്കുക ഇവിടെ ശ്രദ്ധിക്ക്. ഓക്കെ. നമ്മളെ കസ്റ്റമേഴ്സിന്റെ അതായത് നമ്മളെ ഫോളോവേഴ്സിന്റെ ഒക്കെ പ്രത്യേക റിക്വയർമെന്റ് കാരണമാണ് നമ്മൾ വേറൊരാളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത്. ഇങ്ങനെ ഷെയ്ക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ട്. കാരണം ഇത്രയും ഫോണ് നമ്മൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഒരാൾ വിചാരിക്കും ഇങ്ങനെ ഇതിനെല്ലാം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമറുണ്ട്. ജസ്റ്റ് അവർക്ക് ഒരു ഗുണം ഉണ്ടാട്ടെ കൊടുക്കുക ഇവിടെ അടിപൊളി വില കൊടുക്കാം. പറഞ്ഞോ. അത് 1,800 വന്നല്ല 1,600 എത്രയാണെന്ന് ഇനി 128 1,800 256 1,900 നമുക്ക് 512 കൊടുക്കാം. 2000 1 TV കൊടുക്കാം. കിഡിലും പ്രൈസിനാണ് നിങ്ങൾക്ക് 30 Pro Max കിട്ടുന്നത്. 256 ആണെന്നുണ്ടെങ്കിൽ 512 ആണെന്നുണ്ടെങ്കിലും നയിക്കാത്ത പീസാണ്. എല്ലാത്തിനും 3 മാസം ചെക്കിംഗ് വാറന്റി. ഓക്കെ. 3 മാസം ചെക്കിംഗ് വാറന്റി ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററിയിലൊക്കെ എങ്ങനെ വരുന്നത് ഏകദേശം? നമുക്ക് ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഇന്റർ നമ്മുടെ തൊട്ടിട്ടാ ബാറ്ററി കാണിച്ചെടുത്തോ. 84 ഇതില് 86ന്റെ 87ന്റെ 88 വരുന്നുണ്ട്. 90 മേലോട്ടില്ല ചോദിക്കണ്ട. ഓക്കെ. 90 മേലൊക്കെ ഇല്ല. അത് മെയിൻ ആയിട്ട് എടുത്ത് പറയാം. കാരണം അതൊക്കെ എത്ര പഴക്കമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. 13 വന്നു, 14 വന്നു, 16 വന്നു. അപ്പൊ തന്നെ ആലോചിക്കണം. കസ്റ്റമർ ഒന്നും നമ്മൾ എടുക്കലില്ല. അത് കാരണം നമ്മളെ നേരത്തെ പറഞ്ഞ ബൂസ്റ്റ് ഹോർലിക്സ് പരിപാടിയാവും. അപ്പൊ നമ്മളതില്ലല്ലേ? റീപ്രൊവിഷൻ പരിപാടിയാണ് നമ്മളെ ചെയ്യില്ല. ഓക്കെ. അപ്പൊ നമ്മൾ 30 Pro Maxന് മുന്നായിട്ട് നമ്മൾ ഇനി 14ഉം 40+ പറയാണ്. 14 നോക്കുന്നുണ്ട് അപ്പൊ നിലവിൽ? 14 അല്ലാണ്ട്. ഓക്കെ. 40+ ആദ്യം പറയാം. 40+ ഒന്ന് എന്റെ കീട്ടില് റെഡ് കളർ ഉണ്ടല്ലോ ഷെപ്പി ബ്രോ. 40+ പർപ്പിള്. ഓക്കെ. മോനെ യജാതി കളറ് സെറ്റ് കളർ 40+. പറഞ്ഞോ പ്രൈസ് പറഞ്ഞോ. GB ഇന്നലെ പ്രൈസ് വരെ രസമുണ്ടായി. 128 GB പ്രൈസ് പറഞ്ഞോ. ഇതിന്റെ പ്രൈസ് ഒന്ന് നോക്കണം വെറുതെ. 128 അത്രയും വില കൊടുക്കാം. ഇത് ഒരു 1,600 1,400 കൊടുക്കാം. ഓക്കെ. നമ്മൾ 40+ 128 പ്രൈസ് ആണ് പറഞ്ഞത്. അതേപോലെ തന്നെ 250 ആണെന്നുണ്ടെങ്കിൽ 250 ആണെങ്കിൽ 1750. ഓക്കെ. 256 1500 ഈ രണ്ടെണ്ണം 256 വരുന്നുണ്ട്. 128 നമുക്ക് 3 പീസ് വരും. ഇതില് 256 വില പറഞ്ഞതുണ്ട് കേട്ടോ. അത് പോയില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനത്തെ പീസ് അതായത് ചെറിയ ചെറിയ പ്രോബ്ലംസുകളുള്ള പീസുകൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ മുന്നത്തെ ഷോപ്പായിട്ട് നമ്മൾക്ക് ഒരു ബന്ധമില്ല. കാരണം നമ്മളെ വില ചിലപ്പോൾ കൂടുതലായിരിക്കും കുറവായിരിക്കും. നമ്മൾ കസ്റ്റമർ എടുക്കുന്ന ഡീലിംഗിൽ മാത്രം വരുന്ന വിലയാണ്. കാരണം നമുക്ക് നമ്മളായ ഒരു വിലയുണ്ട്. കാരണം നമ്മള് കുറെ കൂടുതലും ബുക്കൊന്നുമില്ല. കഴിഞ്ഞൊരു വീഡിയോയില് വിലയൊക്കെ ബുക്കും. ഒരു ബ്രോ ചോദിച്ചു ഗെയിമിംഗ് കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കംപ്ലൈന്റുകളുള്ള ഫോണുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റ് ആക്കി തരും. നല്ല ബെസ്റ്റ് പ്രൈസിന് തന്നെ. ആ ഫോണിന് ഒറ്റ പീസുള്ളൂ. ഒറ്റ പീസുള്ളൂ. ആദ്യം വരുന്നത് കൊടുക്കല്ലേ? ആ പറഞ്ഞോ. 1,328 1,300 14 228 ബാറ്ററിയിലൊക്കെ ഏകദേശം എത്ര 88% ബാറ്ററി ഹെൽത്ത് വരുന്നത്. 30 Proയിൽ നമുക്ക് ഇവിടെ 1 2 3 4 ഇത് കയ്യിലൊതുങ്ങൂലല്ലോ. കയ്യിലൊതുങ്ങൂലല്ലോ. സംഖ്യ സാധനം ഉണ്ട്. തൽക്കാലം പത്രം മതി. അല്ലെങ്കിൽ ഒന്നാകെ എൻ്റെ അടുത്ത് വീണിട്ട് ഞാൻ മാറ്റി കൊടുക്കേണ്ടി വരും. 30 Pro 128 ആണെങ്കിൽ എങ്ങനെ പ്രൈസ് വരുന്നത്? അത് നമുക്ക് ഒരു 1,400 128 കൊടുക്കാം. അതിന്റെ 256 ആണെങ്കിൽ 1,600 1 TV വരെ 1,700 കൊടുക്കാം. ഈ റേഞ്ചാണ് വരുന്നത്. അടിപൊളി വിലയാണ്. ഓക്കെ. ബെസ്റ്റ് പ്രൈസ് തന്നെയാണ്. ഓക്കെ. 30 നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഒന്നുമില്ല. ഒരു 3-4 സ്റ്റോക്ക് ഉള്ളൂ. അല്ല ഇവിടെ ഉണ്ടല്ലോ സാധനം. ഓക്കെ. ഞാൻ ഒക്കെ കൂടെ എടുക്കുന്നില്ല. 30 286 അങ്ങനെ റേറ്റ് വരുന്നത്. 30 286 ഒരു 1,300 350. മറ്റേ 128 1000 1050 1100 റേഞ്ചിൽ. ആ റേഞ്ചിൽ. ഓക്കെ. ഈ 2 GB മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ബാറ്ററി ഹെൽത്ത് നോക്കി 87. അതേപോലെ തന്നെ 18ന്റെ എബോ മേലേക്കുള്ള ബാറ്ററി ഹെൽത്ത് വരുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 18 താഴത്തും ഇല്ല മറ്റേ 90 മേലോട്ടും ഇല്ല. 97 98 ഇതിപ്പം വരുന്ന സാധനം മോഡലാണ്. കാരണം വേണ്ടി ഉള്ളതാണ്. അല്ല ഈ 30ല് നിങ്ങൾ പറയുന്നത് ജസ്റ്റ് ഒരു ഒന്നുകൂടി പറഞ്ഞു. ഇന്നലെ എന്റെ സ്റ്റാറ്റസിൽ ഉണ്ടായ 1,250 30 128 കൊടുത്തത്. കാരണം വേറൊന്നുമില്ല, അതിന് 1 മാസം ഉപയോഗിച്ചില്ല. 11 മാസം വാറണ്ടി വിത്ത് ബോക്സ് പീസ് ആണ്. അതിപ്പോ ഇറങ്ങുന്ന മോഡലാണ്. കാരണം 90 മേലിൽ ഉണ്ടാകാൻ ഇനിയും ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഇല്ലാന്നല്ലോ സാധനം വരും. ഓക്കെ.
അടുത്തപ്പോൾ 13 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 12 സീരീസ് ആണ്. 12 Pro Max എങ്ങനെ റേറ്റ് വരുന്നത് ഷെഫീഖോ? നമ്മുടെ കഴിഞ്ഞ വീടിന് സെയിം തന്നെ ആണോ എന്തെങ്കിലും മാറ്റം? 12 Pro Max 12 Pro Max കഴിഞ്ഞ മീൻസ് ഞാൻ പറഞ്ഞല്ലോ സെയിം തന്നെയല്ലേ? 12 അതേപോലെ നമുക്ക് സെയിം തന്നെയല്ലേ? 12 Pro 256 GB അടിപൊളി സാധനമുണ്ട്. 512 ഉണ്ട്. ഓക്കെ 512 128 അടിപൊളി വൈറ്റ് കളർ സൂപ്പർ സാധനം. ഓക്കെ 12 Pro കേട്ടോ. ഓക്കെ 12 Pro Max മാത്രം കഴിഞ്ഞ പൈസ തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ ഇതിനപ്പോൾ നമുക്ക് എത്ര? 1200 1300. ഓക്കെ നമ്മൾ 286 ആണെന്നുണ്ടെങ്കിൽ 1200. ഓക്കെ 128 ആണെന്നുണ്ടെങ്കിൽ 1000. 512 1300 ആണ് റേഞ്ച് വരാൻ. നല്ല കിടിലം പ്രൈസ്. ഓക്കെ കണ്ടില്ലേ? അതിന് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ നീറ്റും കാര്യങ്ങളും അനുസരിച്ച്. ഓക്കെ കൂടുതല കുറേ ഉള്ളൂ. ഇനി നമുക്ക് 12 ആണെന്നുണ്ടെങ്കിലോ ബ്രോ? കഴിഞ്ഞ വീട് തന്നെ സെയിം പ്രൈസ് ആണ്. പിന്നെ നമ്മൾ കഴിഞ്ഞതിനെ കട്ടി കുറച്ചിട്ട് കൊടുക്കാനൊന്നുമില്ല. ഓക്കെ അതേപോലെ തന്നെ 11 സീരീസ് ആണെന്നുണ്ടെങ്കിലോ? 11 സീരീസിനും നമ്മൾ പറഞ്ഞ 700 680 128 കൊടുക്കും. ഓക്കെ അതേപോലെ തന്നെ XR കൊടുക്കാറുള്ളത് 30 മിനിറ്റ്. XR പറഞ്ഞു നമ്മൾ ഓൾറെഡി. XR പറഞ്ഞു. XR വില പറഞ്ഞിട്ടില്ല. വില എത്ര പറഞ്ഞു? ഒരു 650 റംസിന് നമുക്ക് XR 128 കൊടുക്കാൻ പറ്റും. 128. ഓക്കെ 600 കൊടുക്കാം കേട്ടോ XR 128. കാരണം അതിന് നീറ്റ് അനുസരിച്ചിട്ടാണ്. പിന്നെ അയക്കാത്ത പീസ് തന്നെ ഉള്ള അയച്ച പീസിന് പിന്നെയും വില കുറയും. പിന്നെ 500 550 റേഞ്ചിന് 64 കൊടുക്കും. ഓക്കെ ഋഷിപുറ പറഞ്ഞു 500 550 128 600 650 പിന്നെ 286 ഒരു 500 കൊടുക്കാം. ഒറ്റ പീസേ ഉള്ളൂ. ഓക്കെ ഇത് 700. സാം 128 250 രൂപ കൊടുത്തേ. iPhone 7 128 അല്ലേ? എത്ര? 250 ഒരു 250 റംസിന് കയ്യിൽ കിട്ടണമെന്നില്ല കേട്ടാ. അല്ലേ ഇത് ഡിസ്പ്ലേ പൊട്ടിയാണോ സ്ക്രീൻ കാർഡ് പൊട്ടിയാണോ? അത് സ്ക്രീൻ കാർഡാണ്. സംശയം ഉണ്ടോ? അവിടെ അയച്ച് കാണിച്ചിട്ടേ. ഓക്കെ കണ്ടില്ലേ? സ്ക്രീൻ കാർഡാണ് പൊട്ടിക്കുന്നത്. കണ്ടില്ലേ? ഡിസ്പ്ലേക്ക് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ നല്ല സ്ക്രാച്ചുകളുണ്ട് കേട്ടോ സ്ക്രീനിലൊക്കെ. ബാറ്ററി മാറ്റിയിട്ടുണ്ട്. വെറും 250 അല്ലേ? 128 അല്ലേ? 32 GB ആണെന്നുണ്ടെങ്കിൽ 32 നമുക്ക് 200 കൊടുക്കാം. 200. ഓക്കെ ഇതൊക്കെ ബെസ്റ്റ് പ്രൈസ് ആണ്. അതിന് അപ്ഡേഷൻ ഉള്ള അപ്ഡേഷൻ നമുക്ക് വാട്സപ്പും കാര്യങ്ങളും യൂസ് ചെയ്യട്ടെ. ഇനി പുതിയ അപ്ഡേഷൻ ഇല്ലാന്നുള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ iPhone 7 നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കണ്ടില്ലേ? ഇനി അടുത്ത നമുക്ക് ബ്രോ അടുത്തത് നമ്മൾ മറ്റേ ഇതുണ്ട് ഏതെങ്കിലും ചോദിച്ചു വരുന്നുണ്ടോ? എക്സിന്റെ എക്സ് ഞാൻ വില പറയുന്നില്ല, അത് വേണ്ടെന്നുള്ള ചോദിച്ചോട്ടെ. അതിന്റെ പറഞ്ഞല്ലോ. നമുക്ക് സാംസങ്ങിലോട്ട് ഇടണല്ലോ. സാംസങ് ഉള്ള ഫ്ലാഗ്ഷിപ്പ് മോഡൽസ്. പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണമെന്ന് കാണിക്കാത്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. കഴിഞ്ഞ വീഡിയോയിൽ പെട്ട പോലെ തന്നെ. അപ്പോൾ നമ്മളത് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളത് സാംസങ്ങിന് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഇത് കൊടുത്തേക്ക് Fold 4 ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന സാധനം. Fold 4 256. ഇത് പ്രൈസ് വന്നു. അതിന് 1800 1800. ഓക്കെ ബെസ്റ്റ് പ്രൈസ്. 286 GB ആണ്. അടിപൊളി സാധനം കേട്ടോ. ഓക്കെ അടുത്ത നമുക്ക് അതിന്റെ പിന്നെ നമുക്ക് തൊട്ട ബാക്കിൽ ഫ്ലിപ്പ് 5 കൊടുത്തേക്ക്. ഇത് പ്രൈസ് ആട്ടോ. അത് നമുക്ക് കൊടുക്കുന്നത് 1450 1450. അതിന്റെ വിത്ത് ബോക്സ് പീസ് ആണ് ഇതാ. ഓക്കെ അടുത്ത നമുക്ക് അത് അതിന്റെ ശേഷം നമ്മൾ ഇതാ നേരത്തെ ഫിക്സഡ് സാമ്പർ ഇതാ. ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ബോക്സ് പീസ് 100 പറഞ്ഞത്. ഇതിന് നമ്മുടെ യൂസിങ് പറയുന്നത് 800 ആണ്. 800 ബോക്സ് ഇല്ലാത്തത്. അതിന് മറ്റേ ഞാൻ പറഞ്ഞ അധികം യൂസ് ചെയ്യില്ല, ഇത് യൂസ്ഡ് ആണ്. ഓക്കെ അടുത്ത നമുക്ക് പിന്നെ വരുന്നത് S24 Ultra S23 Ultra സെയിം പ്രൈസ് തന്നെയാണോ? മാറ്റൊന്നുമില്ല, സെയിം പ്രൈസ് തന്നെ. ഓക്കെ അടുത്ത നമുക്ക് പിന്നെ നമുക്ക് വേണ്ടുന്നത് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഒരുപാട് മോഡലുകളുണ്ട്, പ്രശ്നമാണ്. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. S20 23 S20 അങ്ങനെ ഒരുപാട് കുറെ മോഡൽസ് വേറെ ഉണ്ട് കേട്ടോ. Note 20 Note 5 പിന്നെ Note പിന്നെ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കാൻ സാധനം S9 Plus S9 അതിനെക്കുറിച്ച് കാണിക്കണ്ട, അതൊന്നും ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ വേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലേ ഉള്ളൂ. താങ്ക്സ് ഫോർ യുവർ ടൈം. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ട് കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ മാപ്പിന് ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. താങ്ക് യു.